ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത് നായകനായ ചിത്രം കൂലി തിയേറ്ററുകളിലെത്തി 12 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ആദ്യ ദിനം വിറ്റുപോയത്. ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ചിത്രം മാസ് എന്റർടൈനർ ആണെന്ന് ആദ്യ ഷോ കണ്ട ശേഷം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. അർജുൻ അശോകൻ നായകനാകുന്ന തലവര ഓഗസ്റ്റ് 22-ന് തിയേറ്ററുകളിൽ എത്തും. പാലക്കാടിന്റെ തനത് സംസാര ശൈലിയുമായി എത്തിയ ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അർജുൻ അശോകൻ ഇതുവരെ അവതരിപ്പിക്കാത്ത രീതിയിലുള്ളൊരു ഗെറ്റപ്പിലാണ് സിനിമയിൽ എത്തുന്നത് എന്നാണ് സിനിമയുടെ പ്രത്യേകത. മകേഷ് നാരായണനും ഷെബിൻ ബക്കറും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ അഖിൽ അനിൽകുമാറാണ്. അശോകൻ, ദേവദർശിനി ചേതൻ, ശരത് സഭ, ആതിര മറിയം, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, സാമോഹൻ, ഹരീഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന സിനിമ ഓഗസ്റ്റ് 22-ന് ചിത്രീകരണം ആരംഭിക്കും. മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം ക്യൂബിസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ. പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന സിനിമയുടെ മുതൽ മുടക്ക് 45 കോടിയാണ്. കാന്താര ചാപ്റ്റർ 2-ന് ശേഷം അജ്നീഷ് സംഗീതമൊരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൽ ആന്റണി വർഗീസ് നായകനായും രജിഷ വിജയൻ നായികയായും എത്തും. മാത്യു തോമസിനെ നായകനാക്കി നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്യുന്ന നൈറ്റ് റൈഡേഴ്സിന്റെ ഓഡിയോ നൈറ്റ്സ് സ്വന്തമാക്കി ടി സീരീസ്. A&HS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ബാസ് തിരുനാവായ, സച്ചിൻ അലി, ദീപൻ പട്ടേൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലറായ ചിത്രം സെപ്റ്റംബറിൽ തിയേറ്ററുകളിലെത്തും. മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, അബു സലീം, റോണി ഡേവിഡ് രാജ്, വിഷ്ണു അഗസ്ത്യ, റോഷൻ ഷാനവാസ്, അസീർ സംക്രാന്തി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.